പിന്നെ കോട്ടയം പ്രസ് ക്ലബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പ്രസ് ക്ലബ്ബാണ്, നമുക്കറിയാം. ആ ബന്ധമാണ് എനിക്കുള്ളത്. കുറച്ചാളായിട്ട് ഞാൻ നിങ്ങളെ കാണാതിരിക്കുന്നത് മനഃപൂർവ്വമാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാളിതുവരെയായി ഈ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളായിട്ടിരുന്ന ആളുകൾ നമുക്കറിയാം. ഞാൻ പ്രത്യേകിച്ച് അവർ ചെയ്ത ആ മാന്യമായ പ്രവർത്തനത്തിന് അവരോടുള്ള നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ആത്മാർത്ഥ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷറും ഭാരവാഹികളും കമ്മിറ്റിയൊക്കെ വളരെ മാന്യമായ ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. ജനങ്ങളോടും എന്നോടും എന്ന കാര്യത്തിൽ പ്രത്യേക നന്ദിയും സ്നേഹമുണ്ട്. കടപ്പാട് ഞാൻ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം പുതിയ ഭാരവാഹികൾ വന്നിരിക്കുകയാണ്. പുതിയ ഭാരവാഹികളുടെ പ്രത്യേകത ഞാൻ കണ്ടത് എല്ലാം 40 വയസ്സിൽ താഴെയാണ്, ചെറുപ്പക്കാരാണ്. വളരെ നന്നായി ഞാൻ അവരെ സന്തോഷത്തോടെ അവരെ കാണുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ പ്രവർത്തനം പോലെ കൂടുതൽ ശക്തിമത്തായി പോകാൻ എല്ലാ കഴിവും പുതിയ പ്രസിഡന്റും സെക്രട്ടറിക്കും ട്രഷറിനും ഉൾപ്പെടെ ഭാരവാഹിക്കും നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കമ്മിറ്റികൾക്ക് ഞാൻ ചെയ്തിരുന്ന പോലുള്ള സഹകരണവും സ്നേഹവും വരുന്ന കമ്മിറ്റിക്കും തീർച്ചയായും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ 2 പ്രാവശ്യം ഇരുന്ന കമ്മിറ്റിയാണ് ഇപ്പോൾ പിരിയുന്നതല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കണക്കനുസരിച്ച് ഇത് കമ്മിറ്റി നല്ല രീതിയിൽ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർക്കെല്ലാ പാവങ്ങളും ആശംസിക്കും. ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ. ഇത് ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മുല്ലപ്പെരിയാർ ഡാം അത് പൊട്ടുവോ പൊട്ടുകറിയോ, അതാണ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ചർച്ച. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ഒരു ഭയവും വേണ്ട, മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇടുക്കിയിലൊക്കെ മന്ത്രി നമ്മുടെ റോഷി അഗസ്റ്റ്, അദ്ദേഹം MLA ആയിരുന്നപ്പോൾ സ്വല്പം സത്യവും നീതിയും ധർമ്മമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മന്ത്രി ആയതിനു ശേഷം അങ്ങേർക്കും സത്യമൊന്നും അറിയില്ല. മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞു ഇന്നലെ പറഞ്ഞിരിക്കുക. ഞാൻ ഇന്നലെ പറയുന്നത് കേട്ടു. മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ 1886 എഗ്രിമെന്റ് വെച്ച് 1895 പണി പൂർത്തീകരിച്ച് 96 എഗ്രിമെന്റ് വെച്ച് പാട്ടക്കരാറുണ്ടാക്കി തുടങ്ങിയ ഡാമാണ്. അപ്പം 130 വർഷമായി ഈ ഡാം തുടങ്ങി പണി വെച്ചിട്ട്. ഇങ്ങനെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, 50 വർഷത്തിൽ കൂടുതൽ ഒരു ഡാമിനും ആയുസില്ലെന്ന് ശാസ്ത്രലോകം മുഴുവൻ ഉറക്കെ പ്രഖ്യാപിക്കുക. അങ്ങനെ ശാസ്ത്രലോകം മുഴുവൻ പറയുന്ന കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇറിഗേഷൻ മന്ത്രിയും പറയുന്നത് ഒരു കുഴപ്പമില്ല. നീ എന്താ മറുപടി പറയുന്നത്? ഒരു സംശയം വേണ്ട, എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റണം. 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണവും ഉണ്ടാക്കണം. വർഷങ്ങൾക്ക് മുമ്പ് 1300 അടി, ഇപ്പോഴത്തെ ഡാം ഇരിക്കുന്നിടത്തു നിന്ന് 1300 അടി താഴെ ഡാം, പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും എഗ്രിമെന്റ് വെച്ച്, എഗ്രിമെന്റില്ല, തത്വത്തിൽ യോജിച്ച് സ്ഥലം കണ്ടെത്തിയതാണ്. ആ സ്ഥലം അവിടെ ഇപ്പോഴും കിടപ്പില്ലേ? അതൊന്നും ഒഴുകിപ്പോയില്ലല്ലോ. എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നില്ല? തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്ന അഭിപ്രായം നമുക്കില്ല. തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണവും, ഇതായിരിക്കണം മുദ്രാവാക്യം. കാരണം തമിഴ്നാട്ടിലെ 3 ജില്ലയല്ല 5 ജില്ലകളിലെ ജനങ്ങളുടെ കൃഷിയും കുടിവെള്ളവും ഈ വെള്ളമാണ്. അതുകൊണ്ട് വെള്ളം കൊടുത്തേ തീരും, തമിഴ്നാടിന് വെള്ളം കൊടുത്തേ മതിയാവും. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ 35 ലക്ഷത്തോളം, പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ഉൾപ്പെടെയുള്ള 5 ജില്ലകളിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന നിലയിൽ ഒരു ഡാം പൊട്ടലുണ്ടായാൽ ആ സാഹചര്യം നിങ്ങൾ വിലയിരുത്തണം. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലയാണ്. ഉടൻ ഒട്ടും താമസം വേണ്ട, ഡാം സംബന്ധിച്ചൊരു തീരുമാനം എടുക്കണം. കോടതിയിൽ പോയിരിക്കുന്ന കോടതിയുടെ കാര്യം മുൻപേ ഉടനെ കേരള മുഖ്യമന്ത്രി കോടതി പറഞ്ഞു. എന്തിനു കോടതി? സുപ്രീം കോടതി എന്ത്? ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചാൽ കോടതിയുടെ ഇടപെടലുണ്ടാവും. നമ്മുടെ കേരള സർക്കാരാണ് കോടതിയിലേക്ക് പോയത്, അവിടെയാണ് കോടതി ഇടപെടൽ വന്നത്. ഞാൻ ചോദിക്കും, ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് ബായി എന്ന് പറഞ്ഞാണ് പിണറായി വിജയനും സ്റ്റാലിനും നടക്കുന്നത് അല്ലേ?
ഈ രണ്ടും ഒന്നാണല്ലോ. ഇൻഡിസെക്റ്റീവ് അങ്ങനെയല്ലേ പറയുന്നത്. നേരെ രണ്ടും കൂടെ ഒരു മണിക്കൂർ കുത്തിയിരുന്ന് സംസാരിച്ച് തീരാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. രണ്ടും കൂടെ ആലോചിക്കണം, ഉടനെ കുത്തിയിരുന്ന് ചർച്ച ചെയ്യണം. കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സ്വത്തും സംരക്ഷിക്കണം, തമിഴ്നാടിന് വെള്ളം കൊടുക്കണം, അതിനനുസരിച്ചുള്ള തീരുമാനം ഉടനെ എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആ കാര്യമാണ് ഞാൻ നോട്ടിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് വായിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വായിച്ചില്ലേ? ഇല്ലെങ്കിലും മനസ്സിരുത്തി വായിക്കണം. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഡാമിന്റെ കാര്യം പരിശോധിക്കാൻ വേണ്ടി 5 തവണ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെ, ഞാനെന്ന് പറയുമ്പം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒന്ന് CPM MP ജയരായൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ആഗസ്റ്റ് KPC സെക്രട്ടറി ആഗസ്റ്റ് ഉൾപ്പെടെയുള്ള അതിപ്രഗത്ഭന്മാരായ MLA ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പെറ്റീഷൻ കമ്മിറ്റി, ഞാനായിരുന്നു അതിന്റെ ചെയർമാൻ. 3 പ്രാവശ്യം പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ഞാനായിരുന്നു. ആ കമ്മിറ്റി അടിസ്ഥാനത്തിൽ 5 പ്രാവശ്യം ഈ മുല്ലപ്പെരിയാർ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ തമിഴ്നാടുകാരൻ മറ്റൊന്ന് പോലെ ചെയ്യാവുന്ന പോലെ നമ്മളെ ഉപദ്രവിക്കാനുള്ള പണികളെല്ലാം ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും ക്ഷമിക്കണം, ഇത് ഓഫ് ചെയ്യാനും പറ്റിയില്ല, ക്ഷമിക്കുക. അതായത് തമിഴ്നാട്, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ആദ്യം ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നതിൽ ഞങ്ങൾ അവിടെ സന്ദർശിക്കുകയാണ്. കുമ്മനൂർ MLA ഒരുമിച്ച് വന്ന് ബാക്കി ഞങ്ങൾ 2 പേർ, ആഗസ്റ്റിൽ ഞാൻ മാത്രം സ്പീഡ് ബോട്ടിൽ വളരെ വേഗം ഈ ഡാം സെറ്റ് ചെയ്തു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ IAS ഉദ്യോഗസ്ഥന്മാരും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ മുഴുവൻ പേരും കാപ്പാത്തക്കെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ മുമ്പിൽ ഉതിരിക്കരുത്, ഞങ്ങളെ ഉതിരി വെള്ളം കയറണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളം തരാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, വെള്ളം തരുന്നത്, പക്ഷെ ഞങ്ങളുടെ ജീവൻ വേണം എന്ന് ഞാൻ അവരോടും പറഞ്ഞു. പക്ഷേ ഞാൻ ചെല്ലുന്ന സമയത്ത് ഇവിടെ പെറ്റീഷൻ കമ്മിറ്റി ചെല്ലുമ്പോൾ ഒരു എഞ്ചിനീയർ, ഒരു സെക്ഷൻ ഓഫീസ് പോലും ഇതിനു വേണ്ടി നമ്മൾക്കില്ല. പോരെ, മുല്ലപ്പെരിയാർ ഇല്ല. മുല്ലപ്പെരിയാർ സെക്ഷനിലെന്ന് മാത്രമല്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെക്ഷൻ രൂപീകരിച്ചു. ഒരു AEയും 30 ഉദ്യോഗസ്ഥന്മാരെ സ്റ്റാഫിനെ നിയമിച്ചു. 6 മാസം കഴിഞ്ഞ് ഞാൻ പരിശോധിച്ചിട്ടും അവിടെ ഒരു ഉദ്യോഗസ്ഥനും ചെന്നിട്ടില്ല. വീണ്ടും കമ്മിറ്റി അവിടെ വിസിറ്റ് നടത്തി. ഗവൺമെന്റ് ശക്തമായ റിപ്പോർട്ട് വെച്ചു. നിയമസഭയിൽ ചർച്ചയായി. അപ്പോഴാണ് ഉദ്യോഗസ്ഥന്മാരെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് സബ് ഡിവിഷനാക്കി വെച്ചു. ഇപ്പോഴും കുമളിയിലുണ്ട്, അവിടെ ഇല്ല. കുമളി നിന്നിട്ട് കാര്യമുണ്ടോ? എങ്ങനെ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോകും? ഞാൻ ചോദിച്ചു. 3ാമത്തെ റിപ്പോർട്ട് ഞാൻ ചോദിച്ചത്, അത് നിതീഷ് കമ്മിറ്റി റിപ്പോർട്ട് എടുത്താൽ നിങ്ങൾക്ക് കിട്ടി. ഞാൻ കൊണ്ടുവരാൻ പറ്റിയില്ല, ഇതുകൊണ്ടല്ല, ഒന്ന് ആലോചിച്ച്. എൻ്റെ കാലത്തിന് ശേഷം ശ്രീ ഉണ്ണിയാടൻ ആ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഉണ്ണിയാടൻ റിപ്പോർട്ട് കൊണ്ട് ഈ ഡാം വളരെ അപകടകരമാണ്, എത്ര പൊളിച്ചു നീക്കണം, പുതിയ ഡാം പണിയണമെന്ന് ഉണ്ണിയാടൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അത് കഴിഞ്ഞ് പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായി നമ്മുടെ മോൻസി ജോസഫാണ്. മോൻസിന്റെ കമ്മിറ്റി റിപ്പോർട്ടിലും ഇത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ അധികമായി മന്ത്രിമാരുൾപ്പെടെ ഒരു വലിയ സെലക്ട് കമ്മിറ്റി വെച്ചോ, അതായത് ഒരു പ്രത്യേക കമ്മിറ്റി. ആ കമ്മിറ്റിയും ഡാം അപകടകരമായ സ്ഥിതിയിലാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുക. ആ നിലയ്ക്ക് ഇനി എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? വളരെ വേഗം ആ ഡാം പൊളിച്ചു മാറ്റണം. ജനങ്ങളുടെ ഭീതി എങ്ങനെ കിടന്നുറങ്ങുന്നത്? ഒരു മനുഷ്യർ കിടന്നുറങ്ങാൻ പറ്റാത്ത ഗതിയായില്ലേ? നിങ്ങൾക്കറിയാം, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞേക്കാം. പുറത്ത് പറയാൻ പാടില്ല, പക്ഷെ പറയുക. നമ്മുടെ ഇടുക്കി ഡാം പൊട്ടിയാൽ ഒറ്റയല്ലേ പറയുന്നു, ബാക്കി മുഴുവൻ പറഞ്ഞ കുഴപ്പമാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ വണ്ടിപ്പെരിയാറിൽ വെള്ളം വരുന്ന ആ സമയത്തിനുള്ളിൽ മുണ്ടക്കയത്ത് വെള്ളം എത്തി തകർന്നിരിക്കും. മതിയോ? ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മുല്ലപ്പെരിയാറിൽ നിന്നും മുല്ലപ്പെരിയാർ ഡാമിൻ സൈറ്റിൽ നിന്നും വണ്ടിപ്പെരിയാറിൽ വെള്ളം വരുന്ന ആ സമയം കൊണ്ട് ഇത് ആരാ പറഞ്ഞിരിക്കുന്നത്? കാരണം ഉണ്ടല്ലോ ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. ടോട്ടൽ പോയതാ.
നമുക്ക് ഇവിടെ ഒരു പുതിയ കമ്മിറ്റി എന്ന ഒരു സാധനം അറേഞ്ച് ചെയ്യണമല്ലോ. ഇവിടെ പുതിയ കമ്മിറ്റി ആരാ? പ്രസിഡന്റ് വന്നില്ലേ? സെക്രട്ടറി ഉണ്ടോ? കാഞ്ഞിരപ്പള്ളിക്കാരനല്ല, അവര് നമ്മുടെ പാറത്തോളുകാരനാണ്, പൂഞ്ഞാറുകാരനാണ്, കാഞ്ഞിരപ്പള്ളി അല്ല. ആ ഏതാ? ആ ട്രഷറർ അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ഇത് നമുക്കൊരു ഒരു 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 3 weeks അറേഞ്ച് ചെയ്തിട്ട് ഇത് അറേഞ്ച് ചെയ്യണം കേട്ടോ. അടുത്ത നിങ്ങളുടെ കമ്മിറ്റിക്ക് ഈ കറണ്ട് ജനറേറ്റർ വെച്ചാൽ പറയും ഈസിയായിട്ട് ചെയ്യാം. അത് ചാടി അന്നേരം എന്നോട് പിടിക്കണമെന്ന് നമുക്ക് നോക്കാം. ആരെയെങ്കിലും പോണേ എവിടെ? താഴെ മുകളിലിരുന്നു. ആ ഇവിടെ ജനറേറ്റർ ഇല്ലേ? ആ ഇത് ജനറേറ്ററാ. അതാ താമസിച്ചത്. അത് ഞാൻ പറഞ്ഞു തന്നെ മനസ്സിലായില്ല. നമുക്ക് ന്യായമായി ജനങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാനില്ല. ജനം ചോദിച്ചു എന്തുകൊണ്ട് ഇത് പണിയുന്നില്ല എന്ന് വെച്ചാൽ പണിയാൻ ഒന്നുമില്ല. അതായത് നിങ്ങൾ നോട്ടൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഏകദേശം കാരണം വെച്ചിട്ടുണ്ട് 8000 ഏക്കർ സ്ഥലമാണ്. അനുബന്ധമായിട്ട് 100 ഏക്കർ കൂടെ കൊടുത്തിരിക്കുന്നു. ഇനി 1 ഏക്കറിന്റെ പാട്ടം എത്രയാണ്? 5 രൂപ മതിയോ? 1970 ആണ് ആ പാട്ടക്കരാറൊന്ന് പുതുക്കിയതിനൊന്നും മിണ്ടിയിട്ടില്ല. പുതുക്കിയപ്പോൾ എന്താ അതും തെറ്റായി പോയി. അതിനകത്ത് ഏക്കറിന് 30 രൂപ, 5 നല്ല 30 രൂപ ആക്കി. അത് മതിയോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ വെള്ളം ഉണ്ടാക്കുന്നതിന് ഒരു തർക്കം ഉണ്ടായപ്പോൾ അവിടെ ഒരു അമ്പയർ നിശ്ചയിച്ചു. ആ അമ്പയർ വിധി വന്നു, ഒരു കാരണവശാലും ഈ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉപയോഗിക്കാൻ തമിഴ്നാടിന് അധികാരമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അധികാരമില്ലാന്ന് പറഞ്ഞെങ്കിലും തമിഴ്നാട് വെള്ളം വൈദ്യുതി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. രസമല്ല, നമ്മുടെ അത്യാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് വൈദ്യുതി ഇങ്ങോട്ട് വാങ്ങും. ആ കൊടുക്കുന്ന വില നമ്മുടെ വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈദ്യുതിക്ക് നമുക്ക് കിട്ടേണ്ടത് തരുന്നില്ല. അത് സൗജന്യമാണ്. 70 നമ്മുടെ മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്തപ്പോ 54 മുതൽ മുൻകാല പ്രാബല്യം കൂടി കരുതിച്ചു. കുഴപ്പമില്ല ഉണ്ടോ? ഒന്ന് ആലോചിച്ച്, ലോകത്ത് ഇടപാടുണ്ടോ? 54 മുതൽ ഉത്പാദിപ്പിച്ച വൈദ്യുതിയും ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഫ്രീ ആയിട്ട് വൈദ്യുതി ഉണ്ടാക്കാൻ അനുവദിച്ചിരിക്കുന്നു. അതുവരെ വൈദ്യുതി ഉണ്ടാക്കാൻ അനുവാദമില്ലായിരുന്നു. അപ്പോൾ വലിയ കടുങ്കയാണ് നടന്നിട്ടുള്ളത്. ഇത് ഒരു തമിഴ്നാടിന്റെ കടന്നുകയറ്റവും കൊള്ളത്തരവുമാണ്. കൊള്ളക്കാരെ പോലെയാണ് തമിഴ്നാട് നമ്മോട് പെരുമാറുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെയേറെ സൗഹൃദത്തിലാണ് സ്റ്റാലിനുമായിട്ട് ഇന്ത്യ സഖ്യമാണെന്നറിയുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ ഇന്ത്യ സഖ്യ ഇടപെടണം, എന്നിട്ട് പ്രശ്നം പരിഹരിക്കണം. ഏതായാലും ഈ വിഷയം ഇത്തരം കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ആകെ ജനങ്ങൾക്ക് രക്ഷ എവിടെയാണുള്ളത്? ആകെ ഒരു മോദിജിയിൽ മാത്രമാണ് രക്ഷ കാണുന്നത്. വേറെ അടുത്ത് എന്തായാലും നോക്കാം. നമ്മുടെ വയനാട് കണ്ടില്ലേ? വയനാടിലെ മനുഷ്യൻ മുഴുവൻ ദുഃഖമായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്കൊന്നും നടക്കാനും അവിടെ പോകാനൊന്നും പറ്റിയില്ല. രോഗികൾ കിടക്കുന്നിടത്ത് വെച്ച് പുറത്ത് ചോദിച്ചു രോഗികളൊക്കെ കിടപ്പുണ്ടല്ലേ എന്ന് പറഞ്ഞ് കൂടുതൽ സ്ഥലം കിട്ടും. എന്നാൽ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തി ആ വയനാടിലെ മുഴുവൻ ദുരന്ത മേഖലകളിലും സന്ദർശിച്ചു. എന്ന് മാത്രമല്ല, ആരും കടന്നില്ലാത്ത ദുരന്ത മേഖലയിലേക്കും പിണറായിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ബഹുമാനപ്പെട്ട മോദിജി കടന്നു ചെന്നു. എന്നിട്ടോ അദ്ദേഹം പോയപ്പോൾ എന്താ പറഞ്ഞത്? പണം ഒരു പ്രശ്നമല്ല, ഇവിടെ ഉള്ള ആളുകൾക്ക് പുനരധിവാസം കൊടുക്കാൻ ആവശ്യമുള്ള പണം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഉടനെ നമ്മുടെ മുഖ്യമന്ത്രി അതാ സ്വഭാവം ഉടനെ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് ഒരു 2000 കോടി രൂപയ്ക്ക് എന്നേക്കാൻ മതി. 2000 കോടിക്ക് എന്നേക്കാൻ കാശ് കൊടുക്കാന്ന് പറയും. എന്തിനാ 2000 ചോദിക്കണ്ടേ, പറയണ്ടേ? കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഓഫീസ് ചോദിച്ചു, കണക്ക് തരാൻ പറഞ്ഞു. കണക്ക് തന്നേരെ രൂപ എന്നേക്കാന്ന് ഇപ്പോഴും കണക്ക് കൊടുത്തിട്ടില്ല. ഈ നിലയിൽ കേരളം അധപ്പതിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ വിഷയത്തിലും മുല്ലപ്പെരിയാറിലെ 35 ലക്ഷത്തോളം വരുന്ന ഞങ്ങളുടെ ജീവന്റെ സ്വത്തിന്റെ പ്രശ്നമാണ്. ഇതും ശക്തമായി
പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എത്ര പേര് പോയത് കണ്ടായിരുന്നല്ലോ. അതായത് ഈ സുക്കി എന്ന് പറയുന്നത് കുമ്മായവും ഒരു പശയും ചേർത്തുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ്. ഇവിടെ ഇപ്പോ നമ്മുടെ സുക്കിയോട്ട് പണിത ഡാമായത്. ഈ ഡാമില് ഒരു ദിവസം 30 ടൺ സുർക്കിയാണ് ഒഴുകിപ്പോകുന്നത്. ഇത് ഈ ഡാമിനിടയ്ക്കൂടെ ഈ കല്ലിനിടയ്ക്ക് വന്നിച്ച് ഒഴുകി പൊക്കോണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ അത്രയും അവർക്ക് കണക്കാക്കി 30 ടൺ സുർക്കി ഒഴുകുന്നുണ്ടെന്ന്. ആ 30 ടണ്ണിന് തുല്യമായിട്ട് സുർക്കി അത് ഗാലറി ഉണ്ട്, അവർ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പ് പോയനെ ഇത് ഇത്രയും വിഷമിക്കുന്ന ഒരു പുതിയ ഡാമങ്ങ് കൊടുത്താൽ പോലെ. അതെ, അതാണ് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ നമുക്ക് അവിടെ അല്ലേ രക്ഷയുള്ളൂ. ആകെ പറയാൻ അവിടെ അല്ലേ ഉള്ളൂ. വേറെ ആരോട് പോയി പറയാന്? പറയണ സമയം കഴിഞ്ഞു എന്നുള്ള അഭിപ്രായക്കാരനെ സംശയമൊന്നുമില്ല. അവരുടെ സമയം കഴിഞ്ഞു. ആ മാന്യം തിരുവനന്തപുരത്തായ കടപ്പേ, ഇടുക്കിയിലല്ലല്ലോ. അതായത് ഇത് ഞാൻ ചോദ്യത്തിന് ഉത്തരവായിട്ട് വളരെ എളിമയോട് ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊല്ലാതിരിക്കാൻ സാധ്യത. പൊട്ടും എന്ന് പറഞ്ഞു. പൊട്ടും ഒറ്റയാണ് മതി. ഒരു ഡാമിന്റെ ആയുസ് 50 വർഷം എന്ന് ശാസ്ത്രലോകം മുഴുവൻ പറഞ്ഞിരിക്കുമ്പോൾ 130 വർഷം പഴക്കമുള്ള ഈ കുന്തം പിന്നെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് മാറ്റി പുതിയ ഡാം പണിയാൻ പാടില്ല. പൊട്ടും എന്ന് പറഞ്ഞാൽ പൊട്ടിയില്ല എന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ഉത്തരം പറയും? ഈ 35 ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ആർക്കെങ്കിലും ഏൽക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ ചോദ്യം. ആര് കേൾക്കും? 35 ലക്ഷം ജനം. ഞാൻ പറയാം, പന്തളം ഉൾപ്പെടെ, ചെങ്ങന്നൂർ ഉൾപ്പെടെ, ആലപ്പുഴ ഉൾപ്പെടെ കാണുകയില്ല. ഇന്ന് ആലോചിച്ച് അവിടെ പോയി നിൽക്കുന്നു. ആകെപ്പാടെ അന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വെള്ളികുളം വഴി, വാഗമൺ വള്ളികുളം വഴി, കാരികാല വഴി വെള്ളം വന്ന് മീനച്ചിലാറ് പറഞ്ഞ് ഈരാറ്റോട്ട മുഴുവൻ പോകുന്നു പറഞ്ഞിരുന്നു. അന്ന് നമ്മളെ വളരെ നിർബന്ധമായി എസ്റ്റിമേറ്റ് എടുപ്പിച്ച് വഴിക്കടവിൽ, അത് നിങ്ങളെല്ലാം കൊണ്ടുപോയി കാണിക്കുകയാണ്. വഴിക്കടവിൽ നമ്മൾ ഡാം കെട്ടി. അയ്യോ വരുമെന്നോ തല കാണുകയില്ല. ഇടയിൽ വെള്ളം ഒഴുകുന്ന എങ്ങനെയാണെന്ന് അറിയാൻ ആർക്കും പറയാൻ പറ്റും. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പഠിച്ചതാണ്. അതായത് സ്വാഭാവിക സംശയം വേണ്ട. നമ്മളപ്പോ അത് തെളിവുകൾ പറയാം. നിങ്ങളെ കൂടെ കാണിക്കാതെ നമ്മളവിടെ ഡാം പണിതു. വഴിക്കടവിൽ ഡാം പണിതിപ്പോ ആ വെള്ളം എന്നിട്ട് തിരിച്ച് ഇടുക്കിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു. നിറഞ്ഞ് ഉള്ള കിടക്കുക അവിടെ. സംശയമുണ്ടോ വെള്ളം വരുന്നുള്ളതിന്? അതിലെ ആ വെള്ളം മുഴുവൻ കാരികാട് വഴി, തീക്കോയി വഴി, ഈരാറ്റുപേട്ട, മീനച്ചിലാറ് വന്ന് കോട്ടയത്ത് വരേണ്ടത്. അത് മുഴുവൻ ഇടുക്കിയിലേക്ക് തിരിച്ചു വിട്ടിരിക്കുക. അന്ന് കുറെ കുശുമ്പന്മാര് പറഞ്ഞു, ഈ കോട്ടയത്തിൽ കിട്ടേണ്ട വെള്ളം, ഈരാറ്റുപേട്ട കിട്ടേണ്ട വെള്ളം PCR ഇത് ഇടുക്കിക്കാരെ കൊടുക്കുന്നത്. ഇപ്പൊ അതിനെല്ലാം സൂക്കട് തീർന്നുണ്ടോ പറച്ചില്? ഓരോ നോക്കിക്കണ്ട് ചെയ്യണ്ടേ? ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നെ പൊന്നനിയെ ഞാൻ പറഞ്ഞത്. തമിഴ്നാട്ടിലെ ജനങ്ങൾ ആവശ്യം അവർക്ക് വെള്ളമാണ്. ആ വെള്ളം അവർക്ക് കൊടുക്കണം. സംശയമുണ്ടോ? നമ്മുടെ പ്രശ്നം എന്നാ? നമ്മുടെ ജീവൻ വേണം. പുതിയ ഡാം പണിയണം, ഇത് പൊളിച്ചു കളയണം, അത്രേ ഉള്ളൂ. അതിന് ആർക്കും തർക്കമില്ല. അവിടെ കണ്ടത് 1300 താഴെ സ്ഥലം കണ്ടെത്തതല്ലേ, എന്തുകൊണ്ടത് പണിയുന്നില്ല? അത് പണിത് വെച്ചാൽ മതി, പ്രശ്നം തീർന്നു. തമിഴ്നാട് എതിർക്കുന്നത് നമ്മുടെ ഇതിലെ ഗുണവധികാരമാണ്. എന്തിനാണ് തമിഴ്നാടിനെ കുറ്റം പറയുന്നത്? തമിഴ്നാട് അപ്രൂവ് ചെയ്യാനുള്ള 1300 താഴെ ഈ സ്ഥലം കണ്ടെത്തിയത്. അപ്പൊ അന്ന് എന്താ പറ്റത്? ഇതൊക്കെ കോടികളുടെ കൈമാറ്റമല്ലേ മക്കളെ. അതിനെ പിന്നെ വിശദീകരിച്ച് പറയുന്നില്ല. ഞാൻ ഈ ഒരു നല്ല ഒരു സന്ദേശം ഇരിക്കുമ്പോൾ ആരെയും മോശക്കാരനാക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് പറയാത്തെ എന്നെ കൂടുതൽ വേണ്ടി വരും. നമ്മുടെ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് ഉൾപ്പെടെയല്ലേ ഇറങ്ങുന്നത്. ഇതൊക്കെ എവിടെ പോയി നിൽക്കിയത്?
കെ ടി തോമസ് എന്ത് പറഞ്ഞു? അങ്ങനെ അവിടെ പോയി കിടന്നോളാൻ പറ. കെ ടി തോമസിനോട് ഇതായി കിളവനും അയാൾക്ക് ഇനി എത്ര കാലം ജീവൻ കിട്ടാനാണ്? നിങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. ഇവിടുത്തെ പ്രസ് ക്ലബിന് ഭാഗം 40 വയസ്സിൽ താഴെ അവരെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. മനസ്സിലായോ? വായു തൊണ്ണൂറായി ഇപ്പൊ ഇത് വളരെ കാര്യം പിടിച്ച ഒരു കവിയുടെ പോയിരിക്കുന്നത് വലിയ അവൻ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ആശങ്കപ്പെടണം. അതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. കെ ടി തോമസ് ആയിക്കോട്ടെ കേട്ടോ, കോട്ടയത്തിൽ പ്രസ്താവിച്ചാൽ മതി, സുഖമാണ്. ക്ഷമിക്കണം ഇങ്ങനെ പറയുമ്പോൾ അത്രമാത്രം വികാരമുണ്ട് ഈ കാര്യത്തിൽ എനിക്ക്. അതുകൊണ്ടാണ് ഞാനിത് പോയി കണ്ടവനാ. ഇവിടെ കുത്തിരുന്നോണ്ട് പറയല്ലേ 5 പ്രാവശ്യം മുല്ലപ്പെരിയാർ സന്ദർശിച്ചവൻ. മനസ്സിലായി? നിങ്ങൾ അനന്തരം പറഞ്ഞു തരാം. അവിടെ വെള്ളം 107 അടിയിൽ നിന്ന് എഴുതി വെച്ചിരിക്കുക. ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊരു സംശയം 107 അടിയാണോ. ഞാൻ മിണ്ടാതെ പോന്നു. ഇവിടെ നിന്ന് നേവിയിൽ നിന്ന് മുങ്ങവിദഗ്ധർ വരാൻ പറഞ്ഞു അടുത്ത കമ്മിറ്റിക്ക്. അവരെ ഉദ്യോഗസ്ഥരെ വരുത്തിയിട്ട് നേവി ഉദ്യോഗസ്ഥന്മാരോട് വീണ്ടും പോയി. ഞാൻ അവിടെ അറിയാമോ, അവിടെ പോയി മുങ്ങി എടുത്തോളാം, മുങ്ങി കണക്കെടുത്തോളാൻ പറഞ്ഞു. ഞാൻ നിൽക്കുക ബസ് ഈ ബോട്ടേൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമാർ മുങ്ങവിദഗ്ധ അവരെ സാധനത്തിലോട്ട് ഇറങ്ങി അയച്ച് അവർ കൊണ്ടുവന്ന് ഇപ്പോൾ അത് നൂല നോക്കിയപ്പോൾ 3 മീറ്റർ സിറ്റാ ചെളിയാണ്. അതിന്റെ മുകളിൽ 107 കറക്റ്റാണ്. മനസ്സിലായോ? അപ്പൊ ആ 3 മീറ്റർ ഒന്ന് കൂട്ടിക്ക് ചെളി. അതാണ് ഞാൻ നോക്കി ഇതെല്ലാം ബുദ്ധിമുട്ടി തന്നെ നോക്കി പഠിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ മിണ്ടാതിരുന്നത് കുറച്ച് നാളായിട്ട്. എന്നാ പറയണം, നമ്മൾ എന്ത് ഇടപെടുന്നതിന് മിണ്ടാതിരുന്നത്. ഇതിപ്പം സഹിക്കാൻ പറ്റാത്ത നിലയിൽ എത്തിക്കും. അതുകൊണ്ട് പറഞ്ഞത്. അത് ഞാൻ അങ്ങനെ വരുമ്പോൾ ഒന്ന് ചോദിക്കണം. പുള്ളി അത് മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത്. അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ പോകണം. എന്നോട് ചോദിക്കാതെ ഒരാളുടെ മാനസിക വിഭ്രാന്തിക്ക് അത് നല്ല ഉറക്കോട് കൊടുക്കാന്നുള്ളതാണ്. വേറെ മാർഗമൊന്നുമില്ല. ഈ വിഷയത്തിൽ ഇഷ്ടമുള്ള ചോദ്യമാണ് എങ്കിലും അനിയൻ്റെ ഒരു വികാര പ്രകടനം എന്നതിന് അഭിപ്രായം പറയാൻ പോകുന്നത് ശരിയല്ല. ഇത് സമ്മതിക്കും. എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഞാൻ ഇവിടെ തന്നെ മാസങ്ങൾ ഈ കുന്നം കേരള കോൺഗ്രസ് എന്ന പാർട്ടിയെ പിരിച്ചുവിടണം. മനസ്സിലായോ? ഇത് വെച്ചോണ്ടിരിക്കുന്നത് ആർക്കും വേണ്ട. കൈക്കലും പിടിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി കുറെ കള്ളന്മാർക്ക്. അതിനല്ലേ കേരള കോൺഗ്രസ്? ആർക്ക് എന്ത് ഗുണം കേരള കോൺഗ്രസ് ഉണ്ട്? ഇവിടെ ക്രിസ്ത്യാനിയെ വളർത്താനാണെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് ക്രിസ്ത്യാനിക്ക് വല്ല ഗുണം കിട്ടിയിട്ടുണ്ടോ? ക്രിസ്ത്യാനിയെ ജോസഫ് മാണിക്കും 10 ചക്രം ഉണ്ടാക്കിയിട്ടുണ്ടോ? വേറെ ആർക്കുണ്ടായി? മാണി ഉണ്ടാക്കിയ ചില്ലറ എല്ലാം ജോസ് കെ മാണിയിലുണ്ടാവും. ജോസ് കെ മാണിക്ക് സൂചിച്ചിങ്ങനെ ഡൽഹി കൂടെ ഒക്കെ സരിതിയൊക്കെ എടുത്ത് നടക്കാം. അല്ല എന്താ കാര്യം? ഏതെ ഡെമോക്രാറ്റ് ഏത് പാർട്ടിയാണ്? അങ്ങനെ പാർട്ടി ഉണ്ടോ? എനിക്കില്ല, അറിയത്തില്ല. എല്ലാത്തിനും പഠിച്ചില്ല. അല്ല പുള്ളി കൊടുത്ത ആളൊക്കെ ഉണ്ടോ? ഞാനറിഞ്ഞില്ല. ഞാൻ പോയ ജില്ലയിലൊന്നും കണ്ടില്ല. ഇവിടെ ഞാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നല്ല കാര്യം. നമ്മുടെ കരകക്ഷിയിൽ ശക്തി പ്രാപിക്കട്ടെ. പക്ഷേ കേരള കോൺഗ്രസ് പേര് മാറ്റിയാൽ മഞ്ഞക്കിടന്നത് നല്ലതായിരിക്കും. എൻ്റെ അഭിപ്രായം അതാണ്. പാലം ഉണ്ടായിരുന്നു. പാലം നാട്ടുകാർ പണിതുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലൊരു പ്രശ്നം എന്താണെന്ന് അറിയാൻ പറയാം. അവിടെ ഇത് സത്യത്തിൽ നമ്മുടെ കരിങ്കൽ കോറികളും വലിയ അതായത് എക്കോളജി ഫ്രജൈലായിട്ടുള്ള മേഖലയിൽ വലിയ 10-12 നിലയുള്ള കെട്ടിടങ്ങളും പണിയുന്ന സമ്പന്നന്മാരുടെ ഇടപാടാണ്. ഇത് അവസാനിപ്പിക്കാതെ അതൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. മനസ്സിലായോ? ഇവിടെ ഇലവിഴാപ്പൂഞ്ചിറ ഇവിടെ നോക്കിയപ്പോൾ കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. അത് പൊക്കുക അങ്ങോട്ട്. ഇത് എങ്ങോട്ടാണ് ഇത് പൊക്കിക്കൊണ്ട് പോകുന്നത്? കൂട്ടിക്ക് പഞ്ചായത്ത് മാത്രം 8 കോറിയായിരുന്നു. അറിയാമോ? 8 കോറി. ഞാനത് നിർത്തിക്കളഞ്ഞു. അവിടുത്തെ ജനപ്രതിനിധികളെയും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാം വിളിച്ചു കൂട്ടി 8 നിർത്തിക്കളഞ്ഞു. അത് കഴിഞ്ഞ് പാവങ്ങളുടെ വീട് പദ്ധതിക്ക് കരിക്കല്ല് വേണമല്ലോ, എന്ത് ചെയ്യും എന്നൊരു ചർച്ച വന്നപ്പോൾ
അവിടെ മുഴുവൻ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെയും പഞ്ചായത്ത് പ്രസിഡന്റെയും മെമ്പർമാരെയും വിളിച്ച് ഞാൻ തന്നെയാണ് ചെന്നിരുന്ന് ചർച്ച ചെയ്ത് 2 കോറി ഉണ്ടാക്കിക്കൊള്ളാൻ വെച്ചു. അങ്ങനെ 2 കോറി ഉണ്ടായതോടെ ആ കോറി അപകടമെന്ന് എൻ്റെ അഭിപ്രായം. കോറികൾ അവസാനിപ്പിച്ചേ പറ്റൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നാമത് കാലാവസ്ഥയിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. കേരളത്തിൽ എല്ലാ മേഖലകളിലും അപകടകരമായ നിലയാണ്. മലയോര മേഖലയിൽ ഇതുപോലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും, അതുപോലെ തന്നെ തീരദേശത്തോ കടൽ കടന്ന് കയറുന്നു, എല്ലാ മേഖലയിലും ഇങ്ങനെ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കാനുള്ള ബാധ്യത ഭരണാധികാരികൾക്കുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഇടപെടൽ മുഴുവൻ കോറിയും നിർത്തിക്കളണമെന്ന് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും ഒരു മേഖലയിൽ കുഴപ്പമില്ലാത്ത സ്ഥലത്ത് 1-2 കോറി ഞാൻ എതിരല്ല. അതുപോലെ തന്നെ എന്തിനാ നീ വലിയ 10-12 നിലയിൽ കെട്ടിടം ഉണ്ടാക്കി നീ മലയുടെ മുകളിൽ കൊണ്ടുപോയി? ആർക്കെണ്ണ ഉണ്ടാക്കാൻ ഈ കെട്ടിടം? ന്യായമായിട്ട് ചെറിയ താമസിക്കാനുള്ള വീടുണ്ടാക്കിയാൽ പറയും. 2 ഭാര്യയും ഭർത്താവും അവിടെ 10 മുറി എണ്ണ കാണിക്കാൻ ചെറിയ കെട്ടിടം വെക്കണം. 2 നിലയിൽ കൂടുതൽ അനുവദിക്കരുത് വീട് വെക്കാൻ. സ്റ്റോപ്പിംഗ് നമ്മൾ 2 നില കൂടുതൽ അനുവദിക്കാൻ പാടില്ല. 3 നില ഏകദേശം ധാരണയുണ്ട്. ഇപ്പോൾ 2 നിലയായിട്ട് നിർത്തണമെന്ന് എൻ്റെ അഭിപ്രായം. അതിനുള്ള ആവശ്യമില്ല. റിസോർട്ടുകൾ പണിത് കൂട്ടുക. ഇവിടെ പറഞ്ഞ തങ്ങളുമാറ അന്ന് എൻ്റെ മകൽ കമ്മിറ്റിക്ക് 3 ഹെക്ടർ സ്ഥലം ഞാൻ പതിപ്പിച്ചു കൊടുത്തത്. അവർ വളരെ മാന്യമായിട്ട് അത് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈയിടെ നിന്നപ്പം അവിടെയും റിസോർട്ടായി. എന്തൊരു കാലമായി ഇത്! ഈ ചോദിക്കാനും പറയാൻ ആളില്ല. അവിടെയുള്ള വില്ലേജ് ഓഫീസറും അവിടെയുള്ള താലൂക്ക് ഓഫീസറും ഒക്കെ ഇതിന് ഉത്തരം പറയേണ്ടി വരും. പഞ്ചായത്ത് മാത്രമല്ല. വരട്ടെ, നോക്കാം. അത് വളരെ വികാരപരമായ കാര്യം. ഇത് അനുവദിക്കാൻ പറ്റില്ല. ഒരു ചെറിയ കാര്യം പറയട്ടെ. നമ്മുടെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് നിങ്ങൾ കണ്ടായിരിക്കില്ല ഇലക്ഷൻ. അവിടെ BJP 8 മെമ്പർമാർ. അവിടെ ഒരു ചെയർമാൻ കൈക്കൂലിക്കാരനാണ് എന്ന് കൈക്കൂലി മേടിച്ച് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ കേസ് പ്രതിയായി അയാളെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യം സമരം നടത്തിയത് അതിന് ഉദ്ഘാടനം ഞാനായിരുന്നു. അയാളെ രാജിവെച്ച് പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷൻ നടന്നപ്പോൾ ഒരു പ്രത്യേകത, CPM സ്ഥാനാർത്ഥിക്ക് മുസ്ലിം ലീഗ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതെന്ത് ഇടപാടാണ്? അതെന്നാ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞു? അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് CPM-ന്റെ സ്ഥാനാർത്ഥി മുസ്ലിമായിരുന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഹിന്ദുവായിരുന്നു. മുസ്ലിം ലീഗിന്റെ മുസ്ലിങ്ങളല്ല ഹിന്ദുവിന് വോട്ട് ചെയ്യാറ് മുസ്ലിമിന് വോട്ട് ചെയ്തു. അതല്ലേ ജാതി മതം നോക്കി രാഷ്ട്രീയം മാറി എന്നല്ലേ ഇതിനർത്ഥം? വലിയ വികാരപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ കേരളം പോലൊരു മതേതര സ്റ്റേറ്റിൽ ഇത്രയും വൃത്തികെട്ട നടപടിയിലേക്ക് മുസ്ലിം ലീഗ് പോകാമോ? പാലക്കാട് താങ്കൾ അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയം. കാരണം ഇതുവരെ നടപടിയായിട്ടില്ല. മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞോ ഇത്? കുഞ്ഞാലിക്കുട്ടിയുടെ സ്വഭാവം ഇതായിരുന്നില്ലല്ലോ. സ്വഭാവം മാറിയോ? പിണറായി വിജയന്റെ മുസ്ലിം പ്രീണന രാഷ്ട്രീയം അത് കോൺഗ്രസ് മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണല്ലോ. ഈ മുസ്ലിം പ്രീണന രാഷ്ട്രീയമായിട്ട് UDF LDF എവിടെ പോയി എത്തും? സ്വയം ആലോചിക്കണം എന്ന് UDF-നോട് LDF-നോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ കോൺഗ്രസ്സുകാരന്റെ കിട്ടേണ്ട വോട്ട് 5 എണ്ണം മുസ്ലിം ലീഗുകാരെ നേരെ കൊണ്ട് കൊടുത്തത് CPM-ന്. എന്നാ കാര്യം? മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു CPM പോരെ. അപ്പൊ മതം നോക്കിയാണോ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നത്? അപ്പൊ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ആലോചിക്കേണ്ടി വരും. ഇവിടെ ഇപ്പൊ ചെയ്യാവുന്നത് ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതീയരായിട്ടുള്ള മുസ്ലിങ്ങളാണ്. ഇവിടുത്തെ ഹൈന്ദവരും ഇവിടെ SC/ST വിഭാഗങ്ങളും ക്രൈസ്തവരും ചേർന്നുള്ള ഒരു മുന്നണി സെറ്റപ്പ് കേരളത്തിൽ ഉണ്ടാകേണ്ടി വരും. അല്ലെങ്കിൽ ഈ കൊള്ളയ്ക്ക് ഈ വർഗീയതയെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ചിന്ത. അത് പറയേണ്ടി വന്ന് ദുഃഖിക്കുന്നു. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതാ ആയിരിക്കണമല്ലോ. ഈ എവിടെ പൊട്ടുന്ന അവിടെ രാഷ്ട്രീയം ആർക്കെവിടെ പോകുന്ന സാധനത്തിനുണ്ട്. പക്ഷേ ഈ കോൺഗ്രസ് എന്തിനാണ്? രാഹുൽ ഗാന്ധിന് ഉത്തരം പറയണം. രാഹുൽ ഗാന്ധി പറയണ്ടേ ഈ മുസ്ലിം ലീഗുമായിട്ട് യോജിച്ചു പോകുന്നത് ശരിയോ? ഇവിടെ നമ്മുടെ VD സതീശനുണ്ടല്ലോ, പ്രതിപക്ഷ സതീശൻ എന്ന് പറയട്ടെ, അല്ലെ സുധാകരൻ KPC പ്രസിഡന്റ് പറയട്ടെ ഉത്തരം. നിങ്ങൾ മുസ്ലിം പ്രീണനമായിട്ട് പോകുന്നു കോൺഗ്രസ്. പക്ഷേ
യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടുള്ള ലീഗിന്റെ പ്രതിനിധികൾ ഇടതുപക്ഷത്തിനും CPM-നും വോട്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ എന്തിന് ഈ മുസ്ലിം പ്രീണനം? അപ്പൊ എന്താ അർത്ഥം? അതായത് ദേശീയ മുസ്ലിങ്ങളല്ല, മുസ്ലിം ലീഗിലും ദേശീയ മുസ്ലിങ്ങളല്ല, ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ള മുസ്ലിങ്ങളല്ല. കണ്ടില്ലേ, ബലൂൺ കൊടുത്തപ്പം പാകിസ്ഥാന്റെ പടമാണ്. നിങ്ങൾ വായിച്ചു കാണുമല്ലോ. കേരളത്തിലാന്ന് ഓർക്കണം. പിള്ളേര് ഓണത്തിന് പൊട്ടിക്കാനായിട്ട് ബലൂണി വന്ന് ബലൂൺ മേടിച്ചപ്പോ ഊതി കഴിഞ്ഞു പാകിസ്ഥാന്റെ കൊടി, പാകിസ്ഥാൻ സിന്ദാബാദ് പോരെ. ആ നിലയിൽ ഈ കേരളത്തിലെ മുസ്ലിം ഭീകരവാദികൾ വളർന്നിരിക്കുന്നു എന്നത് ഓർത്താൻ എല്ലാവർക്കും നല്ലതാണ്. അത്ര പറയുന്നു. അതും പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞത്. പലരും അങ്ങനെ ഒരു ബിഷപ്പിനെ പോലൊരു വലിയ മനുഷ്യൻ എന്നെ പറ്റി നല്ലത് പറഞ്ഞ് എനിക്ക് നന്ദി, വളരെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും അതെ. ഞാൻ എന്നെ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറില്ല. പാലായി എന്തിന് പൂജാറ്റ് മത്സരിക്കാം? പിന്നെ പാലായിക്ക് വന്ന് പാലായില്ലോ എന്റെ പൊന്നു മാനെ, ഞാൻ എവിടെ നിന്നാലും ജയിക്കും. മനസ്സിലായോ? ഒന്നും പേടിക്കണ്ട. ഞാൻ ഇന്നലെ കോളകൾ പോയിട്ടില്ല, മനസ്സിലായല്ലോ. ആദിവാസിയിലെ 5 ഊരിലെ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് BJP ചേർന്നു. ഞാൻ ചെന്നതാണ്. എന്നെ കാണണം എന്നുള്ള ഡിമാൻഡ് അവർക്കുള്ളത്. എന്നെ കണ്ടതേ അവർ ചേർന്നിരിക്കുന്ന പ്രഖ്യാപിച്ചു. മനസ്സിലായോ? ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അനുഗ്രഹമൊക്കെ കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. BJP കേരളത്തിൽ 26 അധികാരത്തിൽ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജയിക്കാൻ പറ്റും. ഏതെന്ന് വെച്ചാൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് ഏത് മണ്ഡലമാണെങ്കിലും പാട്ട് പറയുന്ന ഏത് മണ്ഡലത്തിൽ മത്സരിക്കാം. നിർണായകമായ ശക്തിയായി BJP വളർത്താൻ എനിക്ക് കഴിയും. നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്നതിൽ ഒരു സംശയം വേണ്ട. അത് ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ ഇരുന്നേ എങ്ങനെ? അല്ല, ഞാൻ ചോദിച്ചില്ല. അല്ലെന്ന് അത് കുറ്റം പറയണമെന്ന് നമ്മളെ ആവശ്യമില്ല. കുറ്റം അത് ശരിയാണ്. നമുക്ക് അങ്ങ് കുറ്റം പറയാൻ അവകാശമില്ല. കാരണം ഞാൻ ചേർത്ത് ചോദിച്ചില്ല. ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ AK ആന്റണിയുടെ മകൻ പറഞ്ഞ ഇങ്ങനെ ആത്മാർത്ഥത്തോടെ നടക്കുന്നത്. നമ്മൾ അതിനകത്തൊരു ഞാൻ ആർക്കിട്ടും പാര വെക്കാനില്ല. അതുകൊണ്ടാണ് നമുക്ക് പോട്ടെ, നമുക്ക് എന്നാ നഷ്ടം. ആ ചോദിക്കുന്ന ആളെന്നിട്ട് ചിരിക്കുകയാണ്. അതെന്താണ് പാടാ? ആ ചോദ്യത്തിന് ഉത്തരവുള്ളതോട് ഞാൻ മറുപടി പറയുന്നില്ല. അല്ല, ആരും ഇടപെടില്ല, ഒരുത്തിനും ഇടപെട്ടിട്ടുമില്ല. റബ്ബറില്ല സാധനം, അതുകൊണ്ട് കൂടിയതാണ്. സ്വാഭാവികമായിട്ട് ഒരു കാര്യമില്ല കേട്ടോ. റബ്ബറിന്റെ വില പോകുമെന്ന് മാത്രമല്ല, ഇപ്പോഴും ഞാൻ പറയുന്നു, റബ്ബർ കൃഷി ചെയ്യരുത്, അപകടമാണ്. റബ്ബർ കർഷകൻ ജീവിക്കാൻ പറ്റുന്ന ആര് റബ്ബർ വെട്ടും? ഒരു 5 ഏക്കർ വീട് മുന്നിൽ പോട്ടെ, 5 ഏക്കർ നാളെ മുതൽ വെട്ടിയെടുത്തു. ചുമ്മാ വരുന്നോ? നാളെ മുതൽ വെട്ടിയെടുത്തു. എൻ്റെ വീട് നേരെ ഓപ്പോസിറ്റ് 5 ഏക്കർ കിടക്കും. റബ്ബറ ഒരു 15 കൊല്ലമായിട്ട് ആര് വെട്ടാൻ ആളെ കിട്ടുന്നുണ്ട്. ഇന്ന് വെട്ടാൻ ആള് കിട്ടുകയില്ല. അത് തന്നെയല്ല, ഇത് ലാഭകരമല്ല. നോക്കട്ടെ, 9 കൊല്ലം കഴിയാതെ റബ്ബർ വെട്ടാൻ പറ്റില്ല. മൂന്നാം പക്കം വെട്ട് എന്നാ കിട്ടും? മൊത്തം നോക്കട്ടിൽ നഷ്ടമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് 7-8 വർഷത്തിന് മുമ്പ് നിയമസഭ ഞാൻ പ്രസംഗിച്ചു, റബ്ബർ കൃഷി ഉപേക്ഷിക്കണം കൃഷിക്കാർ. ഓരോ കാലാനുസൃതമായ മാറ്റം കാർഷിക മേഖലയിൽ കൃഷിക്കാരൻ വരുത്തണം. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, റംബുട്ടാൻ വെച്ച് എന്നാ ഇന്ന് ലാഭം? കഥന്റെ കുഞ്ഞച്ചൻ ചേറ്റുവട് ഇക്കൊല്ലം ഈ കഴിഞ്ഞ കൊല്ലം വിറ്റ എത്ര 40 ലക്ഷം രൂപയ്ക്ക്. എൻ്റെ അടുത്ത് വെള്ളിക്കുന്ന ജോഷി എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അവർ 3 കോടി രൂപ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഏത് റംബൂട്ടാൻ? പിന്നെ എന്തിനാ കൃഷിക്കാരന് റബ്ബറിന്റെ പുറകെ അവന്റെ ജീവിതം കളഞ്ഞ് റബ്ബർ വെട്ടാൻ നമ്മളങ്ങ് വെട്ടിയാലോ? വേരി മുഴുവൻ റബ്ബറും ഒട്ടുപാലും കയറ്റി രാവിലെ ഒട്ടുകാലം പറിച്ചുകൊണ്ടിരിക്കേണ്ട ഗതിയാണ്. പെണ്ണുങ്ങളെ പോലും അടുത്തു വരികയില്ല നാറ്റം കൊണ്ട്, പാരി പോലും വീഴ്ചയും. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ റബ്ബർ പരിപാടിയെ നിർത്തി കളയുന്ന എൻ്റെ അഭിപ്രായം. അല്ല, അത് തെറ്റിദ്ധാരണ. കേരള കോൺഗ്രസ് റബ്ബറോട്ട് ഒരു ബന്ധവുമില്ല. അതൊക്കെ ചുമ്മാ, ഞാൻ കേരള കോൺഗ്രസ് ആയിരുന്നല്ലോ, ഞങ്ങൾ ചുമ്മാ പറയാൻ വേണ്ടി റബ്ബർ റോഡിന് അങ്ങോട്ട് ഒരു സമരം ചെയ്യും. അതെങ്ങനെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് എഴുതിക്കണ്ടേ?
അതിനുള്ളൊരു പരിപാടി ആയിരുന്നത്. വേറെ കാര്യമൊന്നുമില്ല, സത്യം പറയുന്നുണ്ട്. നിർത്താം, നിങ്ങൾ പറയാതെ നിർത്തുകയില്ല, എനിക്ക് തോന്നറിയാലോ. അപ്പൊ എല്ലാവർക്കും തന്നെ പുതിയ ഭാരവാഹികളെ ട്രഷറർ ഒന്ന് അറിയിച്ചേക്കണം, പ്രസിഡന്റ് സെക്രട്ടറിയെ കേട്ടോ.